നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എക്കണോമി സിലബസിലുള്ള നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നിവയെക്കുറിച്ചാണ്. അതിനു മുന്നേ നമ്മുടെ ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ എക്കണോമി എന്താണ്, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പ്രിലിമിനറി പരീക്ഷയേക്കാൾ മെയിൻ പരീക്ഷയെ കൂടി ഉദ്ദേശിച്ചു കൊണ്ടുള്ള കാര്യങ്ങളാണ്. ഫാക്ച്വൽ പോയിന്റ്സ് ധാരാളമുണ്ട്. എന്നിരുന്നാൽ തന്നെയും മെയിൻസ് പരീക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ഒരു പ്രിഫൈസ് പോലെ ഇന്ത്യയുടെ എക്കണോമി ഏത് തരത്തിലുള്ളതാണ്, എങ്ങനെയുള്ളതാണ് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഫാക്ച്വൽ പോയിന്റ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്കണോമി മിക്സഡ് എക്കണോമിയാണ്. ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി ആൻഡ് അവർ എക്കണോമി ഈസ് മിക്സഡ് എക്കണോമി. PPP മോഡ്, പർച്ചേസിംഗ് പവർ പാരിറ്റി മോഡിൽ ഇന്ത്യൻ എക്കണോമി, അതിന്റെ ബേസിൽ ഇന്ത്യൻ എക്കണോമി വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്കണോമിയാണ്. പർച്ചേസിംഗ് പവർ പാരിറ്റി മോഡിൽ ഇന്ത്യൻ എക്കണോമി ലോകത്തിലെ തന്നെ 3ാമത്തെ ലാർജസ്റ്റ് എക്കണോമിയാണ്. എന്നാൽ നോമിനൽ GDPയുടെ അടിസ്ഥാനത്തിൽ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എക്കണോമി ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ 7ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 7th ലാർജസ്റ്റ് എക്കണോമിയാണ് ഇന്ത്യൻ എക്കണോമി. 1991 എക്കണോമിക് ലിബറലൈസേഷൻ വന്നിരുന്നു. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. 1991 എക്കണോമിക് ലിബറലൈസേഷന് ശേഷം ഇന്ത്യ ഒരു മാർക്കറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലോട്ട്, ഇന്ത്യൻ എക്കണോമി ഒരു മാർക്കറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലോട്ട് നീങ്ങിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ എക്കണോമിയെ കുറിച്ച് ആദ്യമായിട്ടൊന്ന് പറയാനുള്ളത്. അതായത് ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമി മിക്സഡ് എക്കണോമിയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പർച്ചേസിംഗ് പവർ പാരിറ്റി മോഡിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എക്കണോമി 3rd ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് ആണ്. എന്നാൽ നോമിനൽ GDPയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ എക്കണോമി 7th ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ് ആണ്. 1991 എക്കണോമിക് ലിബറലൈസേഷന് ശേഷം ഇന്ത്യ ഒരു മാർക്കറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ത്യൻ എക്കണോമി ഒരു മാർക്കറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ സംഘടനയിലാണ് ഇന്ത്യ ഒരു മെമ്പർ കൺട്രി ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിക്കാം. അതായത് താഴെ പറയുന്ന ഏതൊക്കെ സംഘടനകളിലാണ് ഇന്ത്യ ഒരു മെമ്പറായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യ ഒരു മെമ്പർ അല്ലാതായിട്ടുള്ളത് എന്നൊക്കെ രീതിയിൽ പ്രിലിമിനറി പരീക്ഷകളിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ത്യ ഏതൊക്കെ സംഘടനകളിലാണ് ഒരു മെമ്പർ കൺട്രി ആയിട്ടുള്ളത് എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കോമൺവെൽത്ത് ഓഫ് നേഷൻസിൽ ഇന്ത്യ മെമ്പറാണ്. സാർക്കില് മെമ്പറാണ്. നോൺ അലൈൻഡ് മൂവ്മെന്റ് നാമില് ഇന്ത്യ മെമ്പറാണ്. G20 G8+5 സംഘടനയിൽ ഇന്ത്യ മെമ്പറാണ്. IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഇന്ത്യ മെമ്പറാണ്. വേൾഡ് ബാങ്കില്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് അഥവാ ബ്രിക്സ് ബാങ്ക്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം. ഇങ്ങനെയുള്ള ഇത്രയും സംഘടനകളിൽ ഇന്ത്യ ഒരു മെമ്പർ കൺട്രിയാണ്. അപ്പൊ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഇതിനകത്തുനിന്നൊരു 4-5 തരാം, ഇതിന്റെ കൂട്ടത്തിൽ പെടാത്ത വേറൊന്ന് തരാം. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇന്ത്യ താഴെ പറയുന്ന ഏത് സംഘടനയിലാണ് മെമ്പർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ മെമ്പർ അല്ലാതായിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അങ്ങനെ പഴയ പ്രീവിയസ് പരീക്ഷകളിലൊക്കെ നമ്മൾ കണ്ടു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പം ഇന്ത്യ ഏതൊക്കെ സംഘടനകളിലാണ് ഒരു മെമ്പർ കൺട്രി ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. അതുപോലെ തന്നെ അവസാനിക്കുന്നത് മാർച്ച് 31-ാം തീയതിയാണ്. ഏപ്രിൽ 1-ാം തീയതി, ഈ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1-ാം തീയതി തുടങ്ങി അവസാനിക്കുന്നത് അടുത്ത വർഷത്തെ മാർച്ച് 31-ലാണെന്ന് നമുക്കറിയാം. അപ്പം ഇതിനു വേണ്ടിയിട്ട്, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ, ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയറിന്റെ ആവശ്യകതയെക്കുറിച്ചും അഭിലഷണീയതയെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തിരുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കമ്മിറ്റിയുടെ പേര് ഡോക്ടർ ശങ്കർ ആചാര്യ കമ്മിറ്റി എന്നാണ്. ഡോക്ടർ ശങ്കർ ആചാര്യ കമ്മിറ്റി പുതിയ ഫിനാൻഷ്യൽ ഇയറിന്റെ ആവശ്യകതയെക്കുറിച്ചും അഭിലഷണീയതയെക്കുറിച്ചും ഒക്കെ പരിശോധിക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് ഡോക്ടർ ശങ്കർ ആചാര്യ കമ്മിറ്റി എന്നുള്ളത്.
ഇനി അതുപോലെ തന്നെ നമ്മുടെ ദേശീയ വരുമാനം നമ്മൾ പഠിക്കാൻ പോകുന്ന സിലബസിലുള്ള കാര്യമാണ് നാഷണൽ ഇൻകം. ആ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയത്, ആദ്യത്തെ ശ്രമം നടത്തിയത് മറ്റാരുമല്ല, നമ്മുടെ ദാദാഭായ് നവറോജി തന്നെയാണ്. ദാദാഭായ് നവറോജി 1867 1868 വർഷങ്ങളിലാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യമായി അറ്റംപ്റ്റ് നടത്തിയത് ആരാണ്, ഏത് വർഷമാണ്? ദാദാഭായ് നവറോജി 1867 1868 വർഷത്തിലാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയത്. നമ്മൾ ദാദാഭായ് നവറോജിയെ കുറിച്ചുള്ള കുറച്ച് ഫാക്ച്വൽ പോയിന്റ്സ് കൂടി പറയാണ്. ദാദാഭായ് നവറോജി അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് എന്നാണ്. ഇന്ത്യൻ എക്കണോമിക്സിന്റെയും പൊളിറ്റിക്സിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിൽ, അതായത് പ്രീവിയസ് PSC പരീക്ഷയുടെയും UPSC പരീക്ഷകളുടെയും ക്വസ്റ്റ്യനുകളിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദാദാഭായ് നവറോജി ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് ആണ്. അതുപോലെ തന്നെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ഓതേർഡ് ബൈ ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു തിയറി ഉണ്ട്, എക്കണോമിക് ഡ്രെയിൻ തിയറി. എക്കണോമിക് ഡ്രെയിൻ തിയറി. ഇനി ദാദാഭായ് നവറോജിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹമായിരുന്നു ഫസ്റ്റ് ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി ടു ബിക്കെയിം ദ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഏഷ്യക്കാരൻ എന്നുള്ള പദവി ദാദാഭായ് നവറോജിക്കുള്ളതാണ്. അദ്ദേഹം 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത്, ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദാദാഭായ് നവറോജിയെ കുറിച്ച് പറഞ്ഞത്. ഒന്നുകൂടി പറയാം, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സ് എന്നറിയപ്പെടുന്നു. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യയാണ്. വളരെ പ്രശസ്തമായ ബുക്കാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അദ്ദേഹത്തിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള തിയറിയാണ് എക്കണോമിക് ഡ്രെയിൻ തിയറി. അതുപോലെ ഫസ്റ്റ് ഏഷ്യൻ ആണ് ടു ബിക്കെയിം ദ മെമ്പർ ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ്. ഇന്ത്യൻ അസോസിയേഷൻ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്നുള്ള സംഘടന 1866 അദ്ദേഹം സ്ഥാപിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത് ദാദാഭായ് നവറോജിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ദാദാഭായ് നവറോജിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരെ കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം എന്നുള്ളതിലേക്ക് പോവുകയാണ്. കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകത്തിൽ നമുക്ക് പറയാനുള്ളത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP യെ കുറിച്ചും ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് GNP യെ കുറിച്ചും അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം എന്നിവയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP എന്താണെന്ന് ഒരു 2 മാർക്സ് ക്വസ്റ്റ്യന് മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP എന്നാൽ ഒരു വർഷത്തിൽ ഒരു രാജ്യത്തിന്റെ ടെറിട്ടറിക്കുള്ളിൽ അവിടുത്തെ റെസിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മോണിറ്ററി വാല്യൂവിനെയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു രാജ്യത്തിന്റെ ടെറിട്ടറിക്കുള്ളിൽ എന്ന് പറയുന്നുണ്ട്. ടെറിട്ടറിക്കുള്ളിൽ അവിടുത്തെ റെസിഡൻസ്, അതിനകത്ത് ഫോറിനേഴ്സും ഉൾപ്പെടാം. ആ രാജ്യത്ത് ആരൊക്കെയാണോ താമസിക്കുന്നത് ആ രാജ്യത്തെ റെസിഡൻസ് ഒരു വർഷത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മോണിറ്ററി വാല്യൂവിനെയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇൻകം ജനറേറ്റഡ് ബൈ ഫോറിനേഴ്സും ഉൾപ്പെടുത്തുന്നു. പക്ഷേ ഇന്ത്യയിലെ താമസക്കാരുണ്ടല്ലോ, ഇന്ത്യയിലെ നാഷണൽസ് ഔട്ട്സൈഡ് ദ കൺട്രി, ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവരും ഇൻകം ജനറേറ്റ് ചെയ്യുമല്ലോ. പക്ഷെ ആ ഇൻകം നമ്മൾ ഈ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കണക്കാക്കാറില്ല. മനസ്സിലായോ? അതായത് ഒരു രാജ്യത്തിന്റെ ടെറിട്ടറിക്കുള്ളിൽ, അതായത് ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ ഒരു വർഷത്തിൽ അവിടുത്തെ റെസിഡൻസ്, അത് ഫോറിനേഴ്സ് ആവാം, ഇന്ത്യയിലെ നാഷണൽസും തന്നെയാകാം, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മോണിറ്ററി വാല്യൂവിനെയാണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഫോറിനേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഇൻകവും ഉൾപ്പെടും. പക്ഷേ ഇന്ത്യയുടെ നാഷണൽസ്, വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ഇന്ത്യൻ നാഷണൽസ് വിദേശത്ത് താമസിക്കുന്നവരുടെ ഇൻകം ഉൾപ്പെടുത്താറില്ല. അപ്പൊ ഇത്രയുമാണ് GDP എന്നതിനെ കുറിച്ച് പറയാനുള്ളത്. GDP ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ച് കണ്ടുവരുന്നുണ്ട്. ഓക്കെ,
നമ്മൾ നേരെ GNP പോവുകയാണ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് നമ്മുടെ GDP പോലെ തന്നെയാണ്. പക്ഷെ അതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യക്ക് പുറത്തുള്ള നാഷണൽസ് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം നമ്മൾ GDP എടുക്കില്ല എന്ന്. പക്ഷെ GNP എല്ലാ ഇൻകവും, അതായത് നാഷണൽസ് ഓഫ് എ കൺട്രി, നാഷണൽസ് ഇന്ത്യയിലെ നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഇൻകവും അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻകത്തിന്റെയും അല്ലെങ്കിൽ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും ഫൈനൽ മോണിറ്ററി വാല്യൂ ആണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അത് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എവിടെ ജനറേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കാറില്ല. ഇന്ത്യൻ നാഷണൽസ് ആയിരിക്കണം. ഇന്ത്യൻ നാഷണൽസ് രാജ്യത്തിനകത്തോ പുറത്തോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മോണിറ്ററി വാല്യൂവിനെയാണ് നമ്മൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇന്ത്യയുടെ ടെറിട്ടറിക്കകത്ത് ഫോറിനേഴ്സും ഇന്ത്യൻ നാഷണൽസും ജനറേറ്റ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മോണിറ്ററി വാല്യൂ ആണ്. എന്നിരുന്നാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ റെസിഡൻസ്, ഇന്ത്യയിലെ താമസക്കാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ നാഷണൽസ് അവർ എവിടെ പ്രൊഡ്യൂസ് ചെയ്താലും, എവിടെ ഇൻകം ജനറേറ്റ് ചെയ്താലും, രാജ്യത്തിനകത്തോ പുറത്തോ എവിടെ ഇൻകം ജനറേറ്റ് ചെയ്താലും ആ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം എല്ലാം നമ്മൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. GDP എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതാണ് ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻകമാണ്, ജനറേറ്റ് ചെയ്യുന്ന ഇൻകമാണ്. എന്നാൽ നാഷണൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ഇന്ത്യൻ നാഷണൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പെർ ക്യാപിറ്റ ഇൻകം PCI കുറിച്ചാണ്. പെർ ക്യാപിറ്റ ഇൻകം മറ്റൊന്നുമല്ല, ഒരു രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും ആവറേജ് വരുമാനത്തെയാണ് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും ആവറേജ് ശരാശരി വരുമാനത്തെയാണ് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. പെർ ക്യാപിറ്റ ഇൻകം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. പെർ ക്യാപിറ്റ ഇൻകം ഇസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ. നാഷണൽ ഇൻകത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. അതായത് ഇറ്റ് ഈസ് ദ ആവറേജ് ഇൻകം ഓഫ് എ കൺട്രി പെർ പേഴ്സൺ. ഓരോ വ്യക്തിയുടെയും ശരാശരി വരുമാനത്തെയാണ് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ മറന്നു പോകണ്ട. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. ഇക്വേഷൻ ഓർമ്മയിലിരിക്കണം. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എത്ര തരമുണ്ട് എന്നൊക്കെയാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമുക്കുള്ളത്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ആവശ്യമായ ഫാക്ടേഴ്സ്. അപ്പോൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമുക്കുള്ളത്. നമ്പർ 1 ലാൻഡ് ആണ്, അടുത്തത് ലേബർ ആണ്, തേർഡ് ക്യാപിറ്റൽ, 4 ഓൺട്രപ്രണർ. 4 കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനകത്തുള്ളത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർ. ലാൻഡ് എന്ന് വെച്ചാൽ നാച്ചുറൽ റിസോഴ്സസ് ആണ്. എയർ ആവാം, വാട്ടർ ആവാം, സോയിൽ ആവാം, എന്തും ആവാം. അങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സസിനെയാണ് നമ്മൾ ലാൻഡ്, നമ്മുടെ ഭൂമി, അതിനാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. ഇതിന് നമ്മളൊരു പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ലാൻഡ് അക്വയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വാട്ടർ അക്വയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് നമ്മളൊരു സർവീസ് ചാർജ് കൊടുക്കും. ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് അവർക്ക് നമ്മൾ സർവീസ് ചാർജ് കൊടുക്കും. അതിന് പറയുന്ന പേരാണ് റെന്റ്. അപ്പൊ ലാൻഡ് അക്വയർ ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്ന സർവീസിന് പറയുന്ന പേരാണ്, സർവീസ് ചാർജിന് പറയുന്ന പേരാണ് റെന്റ്. അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ഫസ്റ്റ് ഐറ്റം ആണ് ലാൻഡ്. ലാൻഡ് നാച്ചുറൽ റിസോഴ്സ് ആണ്, ലൈക്ക് എയർ, വാട്ടർ, സോയിൽ എക്സെട്ര ആണ്. അപ്പൊ ലാൻഡ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സർവീസ് ആണ് റെന്റ്. നെക്സ്റ്റ് വരുന്നത് ലേബർ ആണ്. ലേബർ എന്ന് വെച്ചാൽ എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ എന്തായാലും എംപ്ലോയീസ് ഉണ്ടാവും. ആ എംപ്ലോയീസ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഫിസിക്കൽ ആൻഡ് മെന്റൽ എഫേർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലേബർ എന്ന് പറയുന്നത്. ലേബേഴ്സ് അതായത് എംപ്ലോയീസ് ജോലി ചെയ്യാൻ എടുക്കുന്ന ഫിസിക്കൽ ആൻഡ് മെന്റൽ എഫേർട്ടിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. ഈ ലേബേഴ്സിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കും ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദെയർ സർവീസ്. അവരുടെ സർവീസിന് പകരമായിട്ട് നമ്മൾ ഇവർക്ക് ചാർജ് കൊടുക്കും. ആ ചാർജിന് പറയുന്ന പേരാണ് വേജസ്. മറന്നു പോകരുത്, വേജസ് എന്നാണ് പറയുന്നത്. അപ്പോ ലാൻഡിന് നമ്മൾ റെന്റ് കൊടുക്കും, ലേബറിന് നമ്മൾ വേജസ് കൊടുക്കും. നെക്സ്റ്റ് വേണ്ടത് പ്രൊഡക്ഷൻ ആവശ്യമായ ഫാക്ടർ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ആണ്, മൂലധനമാണ്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമ്മുടെ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ,
പ്ലാന്റ്, ബിൽഡിംഗ്, മെഷീനറി, ടെക്നോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ്, നമ്മൾ ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ എന്നറിയപ്പെടുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ മോണിറ്ററി ഇൻവെസ്റ്റ്മെന്റ് ആകാം, അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ആവും. ഫിസിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും, മെഷീനറി ഉണ്ടാവും, ടെക്നോളജി ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ക്യാപിറ്റല് വേണ്ടിയിട്ട് നമ്മൾ റിസീവ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ക്യാപിറ്റൽ ഈസ് കോൾഡ് ഇൻട്രസ്റ്റ്. ക്യാപിറ്റലിനുള്ള പേയ്മെന്റ് ആണ്. ക്യാപിറ്റലിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കും. മൂലധനത്തിന് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. ലാൻഡിന് റെന്റ്, ലേബറിന് വേജസ്, ക്യാപിറ്റലിന്റെ എക്സ്ചേഞ്ച് ആയിട്ട് കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. നെക്സ്റ്റ് ഓൺട്രപ്രണർ ആണ്. ഓൺട്രപ്രണർ എന്ന് വെച്ചാൽ സംരംഭകൻ എന്നാണ്. ഏതൊരു ബിസിനസ് ആയാലും ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയാലും അത് തുടങ്ങണമെങ്കിൽ ഒരാൾ വേണ്ടേ, അയാളെ പറയുന്ന പേരാണ് ഓൺട്രപ്രണർ. അപ്പം ഇൻഡിവിജ്വൽ ഹു എസ്റ്റാബ്ലിഷ് ദ ബിസിനസ് ഓർ പ്രൊഡക്ഷൻ പ്രോസസ്. ബിസിനസ് തുടങ്ങുന്ന ആള് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ് ആരംഭിക്കുന്ന ആളിനെയാണ് നമ്മൾ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അവർക്ക് എന്താണ് കിട്ടുന്നത്? ഈ ബിസിനസ്സിൽ നിന്നും അവർ കിട്ടുന്നത്, അവരുടെ ഓൺട്രപ്രണർഷിപ്പിന് പകരമായിട്ട് അവർക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർ. ലാൻഡിന് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ റെന്റ് കിട്ടും, ലേബറിന് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ വേജസ് കൊടുക്കും, ക്യാപിറ്റലിന് എക്സ്ചേഞ്ച് ആയിട്ട് ഇൻട്രസ്റ്റ്, ഓൺട്രപ്രണറിന് കിട്ടുന്നത് ബിസിനസ്സിൽ നിന്നുള്ള ലാഭമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ കൂടി നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഇന്ത്യൻ എക്കണോമി ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഇതിനോടൊപ്പം, അതായത് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന PDF നോട്ട്സും അതുപോലെ തന്നെ ബ്രൈറ്റ് ബിഗിനേഴ്സിന്റെ ടെലഗ്രാം ചാനലിൽ ഉള്ള നോട്ട്സും വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക കാര്യങ്ങൾ. മെയിൻസ് പരീക്ഷയ്ക്കും പ്രിലിമിനറി പരീക്ഷയ്ക്കും നന്നായിട്ട് ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു.